ഹലോ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. വൈകുന്നേരമായിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണുള്ളത്. നമ്മുടെ കാവിൽ തെയ്യം, അതായത് ഉത്സവമാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കാവിൽ കയറൽ. പിന്നെ ഇപ്പോൾ കലവറ നിറിക്കലാണ് ഇന്ന്. അപ്പം അതിൻ്റെ ചെണ്ടമുട്ടലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ കാവിൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അഭിയും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ എൻ്റെ വീടിനടുത്തൊരു സൂര്യകാന്തി പാടമുണ്ട്, അങ്ങോട്ടേക്ക് പോകും. അതിനുശേഷം ഞങ്ങൾ കാവിലേക്ക് പോകും. ഇതാണ് ബണ്ണി, അവിൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും വന്നിട്ടുണ്ട് തെയ്യത്തിന്. അപ്പോൾ ഞങ്ങൾ സൂര്യകാന്തി കാണാനായിട്ട് പോയതാണ്. ഇത് പച്ചക്കറീൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ സൂര്യകാന്തി പാടം പോലെ നട്ട് വളർത്തിയതാണ് കേട്ടോ. കഴിഞ്ഞ 2 വർഷമൊക്കെ വയൽ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. എൻ്റെ വീട്ടിലെത്തി. രാത്രി നമ്മൾ കാവിലേക്ക് പോകാം. വേറെ അവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നാട്ടിലുള്ള കുട്ടികളുടെയൊക്കെ കലാപരിപാടികളാണ്. പാട്ട് ഞാൻ ഓഫ് ചെയ്തത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അവി പറയുന്നത് ആ സമയത്ത് എൻ്റെ കമ്മൽ കാണുന്നുണ്ടായി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന കസേരൻ്റെ ബാക്കിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ വീണ്ടും സൂര്യകാന്തിൻ്റെ അടുത്തേക്ക് വരുവാണ്. മമ്മീന്റെ പത്തൊക്കെ തോത്തിടാ. നമുക്ക് അതിന്റെ തുമ്പ ഇതോ നോക്കാം.
അങ്ങനെ സൂര്യകാന്തിൻ്റെ അടുത്തൊക്കെ തിരിച്ചു വന്ന് നമ്മളെ വീടിനടുത്തുള്ള വയലിലെ പച്ചക്കറിയാണിത്. അച്ഛനും അമ്മയും നട്ടതാണ്. പവ്യു അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. കൂടി ഇന്ന വിളിക്കാം. ഇനി ഒന്നും കൂടി പോയി ഇതും കൂടി ഇത് 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 ആ പോയിക്ക് ആ അതെ അതെ മേരട തീ കഴിക്കും. അങ്ങനെ വയലിലെ കലാപരിപാടികൾ കഴിഞ്ഞ് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. വെള്ളയപ്പവും പുട്ടും അതേപോലെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. നീ ചാടൂല പോലെ പിടി അവി കാണിക്കാൻ വേണ ഇതാ തെയ്യായതുകൊണ്ട് തന്നെ വൈകുന്നേരം കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വൈഷ്ണവ് അവീൻ ബലൂണൊക്കെ കൊണ്ടു കൊടുക്കുന്നതാണ്. തുള്ളിച്ചാടിക്കോ അവിയോ ഇതെല്ലാം ഇപ്പൊ ഉണ്ട്. അത് മുളക് പൊളിക്കാത്തത് പറപ്പിടിച്ചു കൊടുക്കും. മമ്മി വെച്ചിരുന്നുണ്ട്. അപ്പൊ അന്നോടെ ഡ്രോപ്പ് ചെയ്യാ അല്ലേ നമ്മളെന്താ അലമ്പാന്ന്. പിന്നെ അതാണ് വൈബ്. നമ്മളെന്തിനാ ഇങ്ങനെ കയറ്റായിട്ട് പോകുന്നു? അതിന്റെ ആവശ്യം എന്താ? നമ്മളിങ്ങനെ നമ്മള് നമ്മളായിട്ട് പോണം. വീണാലും ഞാൻ വീണാലും പോണില്ലേ? അതിനെന്തിനാ അങ്ങനെ പിടിച്ചിട്ട് പോകുന്നു? എന്ത് അയ്യടാ വിറ്റ് പൈസ ആക്കാനാ. നമ്മളെ ഗ്ലാമർ നീ വിൽക്കേണ്ടവരോട് തട്ടാനെങ്കിലോ നടക്കും. നമുക്ക് കളകള പോയ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ചു. എത്രയും പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് കാവിൽ കാഴ്ചവരവ് പ്രോഗ്രാംസ് ഒക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിപൊളി DJ പരിപാടിയൊക്കെ അങ്ങ് ഒരു കാഞ്ഞിരോട്ടുമൂല എന്നൊരു സ്ഥലത്ത് നിന്ന് ഇതിന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങോട്ട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. പണ്ട് മുതലേ ഇങ്ങനെ തെയ്യത്തിന് കസിൻസും ഒക്കെ ആയിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് കൂടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും 1-2 പേര് എപ്പോഴും മിസ്സാവും. പഠിക്കാനും ജോലി സ്ഥലത്തൊക്കെ ആയിട്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ ഇപ്പോൾ പറ്റുന്നില്ല. അടിപൊളി ലൈറ്റ്സും എഫക്ട്സും ഒക്കെ ആയിട്ട് പാട്ടും മ്യൂസിക്കും ഇങ്ങനെയുള്ള കളർഫുൾ ഐറ്റംസ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പരിപാടി. അപ്പോൾ അവിടുന്ന് നടന്നുകൊണ്ടാണ് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് എല്ലാവരും കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ടൊക്കെ കിഡുമായിരുന്നു. പക്ഷേ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യാണ്.
അതിനുള്ള കാഴ്ച കമ്മിറ്റിയുടെ സംഘാടകൻ അനീഷ് ക്ഷേത്ര കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടതാണ്. ഫയർ ഡാൻസ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും DDA കണ്ണൂരിന്റെ കലാകാരന്മാരെ ക്ഷേത്ര തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ SMS പാലക്കാടിന്റെ കലാകാരന്മാരെയും സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ അന്ന് രാത്രിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് പുലർച്ചെ 4 മണിയായപ്പോൾ വീണ്ടും എഴുന്നേറ്റ് പോവാണ്. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ 3 പേര് മാത്രമാണ് രാവിലെ എഴുന്നേറ്റിട്ട് തെയ്യം കാണാൻ പോകുന്നത്. പുതിയ ഭഗവതി തിറയാണ്. ഇത് അടിപൊളി ഒരു തെയ്യമാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിട്ട് വന്നതാണ്. തീപ്പന്തൊക്കെ കത്തിച്ചിട്ട് അതുപോലെ തന്നെ മേലേരി കയ്യിൽക്കലുണ്ട്. തീ കൂട്ടിയ സ്ഥലത്ത് നിന്നിട്ട് കുറച്ച് പേര് അതിൽ കൂടെ ഓടുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം.